പ്രദീപ് കുമാറിൻ്റെതല്ലാത്ത മറ്റൊരു മുഖം, മറ്റൊരു നമ്പർ അവിടെ തെളിയുന്നില്ല എന്നുള്ളത് മാത്രം പറഞ്ഞു പോകുന്നു. പാലക്കാട് ബി.ജെ.പിയുടെ ലീഡ് 45 കുറഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു വിവരം കൂടി പങ്കുവെക്കുകയാണ്. പോസ്റ്റൽ വോട്ടുകളിൽ ഇപ്പോൾ ഏറ്റവും കൗണ്ടിംഗ് സ്റ്റേഷനിൽ നിന്ന് തത്സമയ വിവരം നൽകിയിരിക്കുന്നു. 45 ബി.ജെ.പിയുടെ ലീഡ് പാലക്കാട്ട് കുറഞ്ഞിരിക്കുന്നു. പാലക്കാട്ട് സി കൃഷ്ണകുമാർ ആദ്യം മുതലേ ആദ്യ ഫലസൂചനയിലെ മുന്നിലാണെങ്കിൽ ഇപ്പോൾ ലീഡ് അല്പം കുറഞ്ഞത് 56ലേക്ക് എത്തിയിരിക്കുന്നു സി കൃഷ്ണകുമാർ. അതേസമയം ചേലക്കരയിൽ 154, ചേലക്കരയിൽ LDF മുന്നോട്ട് കുതിക്കുന്നു. 2451 പ്രിയങ്ക ഗാന്ധി തന്റെ ലീഡ് വയനാട്ടിൽ ഉയർത്തുന്നു. പാലക്കാട്ടും ചേലക്കരയിലും വയനാട്ടിലും അവിടുന്ന് വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ആദ്യ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഒരിടത്ത് NDA, ഒരിടത്ത് LDF, ഒരിടത്ത് കോൺഗ്രസ്, UDF എന്ന നിലയിലാണ് ലീഡ് നില വരുന്നത്. പാലക്കാട്ട് NDA സ്ഥാനാർത്ഥി പ്രതീക്ഷിച്ചതുപോലെ ആദ്യഘട്ടത്തിലെ മേൽക്കൈ നേടുന്നത് നമ്മൾ കാണുന്നു. പക്ഷേ ഇതൊരു ഫലസൂചനയായി എടുക്കാൻ കഴിയില്ല. ആദ്യ ഫലം മാത്രമാണ്. പോസ്റ്റലോട്ടും തപാലോട്ടും ഭിന്നശേഷിയോട്ടും ഹോം വോട്ടും ഒക്കെ എണ്ണുമ്പോൾ ആദ്യത്തെ പ്രാഥമികമായ കണക്കുകളാണ് പുറത്തു വരുന്നത്. പാലക്കാട്ട് സി കൃഷ്ണകുമാർ 56 വോട്ടിന് ലീഡ് ചെയ്യുകയാണ്. വയനാട്ടിൽ 2451 വോട്ടിലേക്ക് ആദ്യ റൗണ്ടിലേക്ക് കടക്കുമ്പോൾ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി 2451 വോട്ടിലേക്ക് തന്റെ ലീഡ് വളർത്തിയിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ പറയുന്ന പോസ്റ്റൽ വോട്ടുമായി ബന്ധപ്പെട്ട കണക്കുകൾ പൂർണ്ണമായി പുറത്തു വരും. ഇനി 5-8 മിനിറ്റുകൾക്കുള്ളിൽ EVM കൗണ്ടിംഗ് തുടങ്ങുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഈ പറയുന്ന സംഖ്യകൾ വരുന്ന വേഗം അത് മാറും, അതിന്റെ രൂപം മാറും. അതുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മാറ്റം മറിച്ചിലുകൾ ഉണ്ടാകും. 8:30യോടുകൂടി ആദ്യ ഫല സൂചനകൾ പുറത്തു വരുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. EVM കൗണ്ടിംഗ് കൂടി തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ പാലക്കാട് എന്താണ് കാത്തുവച്ചിരിക്കുന്നത്, ചേലക്കരയിൽ എന്താണ് സംഭവിക്കുന്നത്, വയനാട് എത്ര വലിയ ഭൂരിപക്ഷം ഇത്തവണ മാറ്റിക്കുറിക്കുമോ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി നമുക്ക് ലഭ്യമായി തുടങ്ങും. തീർച്ചയായും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് പാലക്കാട്ടെ. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന്റെ എല്ലാ സൂചനയും നമുക്ക് പോസ്റ്റൽ ബാലറ്റുകളിൽ തന്നെ കാണാം. 56 വോട്ടുകൾക്ക് NDA സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ, തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി UDFന്റെ രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ മുമ്പിലാണ്. അവിടെ P സരിൻ 3-ാം സ്ഥാനത്താണ്. അതായത് 961 വോട്ടുകളുടെ ഫലങ്ങൾ അത് പൂർണ്ണമായും വന്നില്ല കേട്ടോ. ആ ഫലസൂചനകൾ വരുമ്പോഴാണ് സി കൃഷ്ണകുമാർ പോസ്റ്റൽ ബാലറ്റുകളിൽ നിർണായകമായ ഒരു മേൽക്കൈ എടുക്കുന്നത്. ഇതൊരു ആകുമോ? അതേസമയം ചേലക്കരയിൽ UR പ്രദീപ് 100-നപ്പുറത്ത് 145 വോട്ടുകൾക്ക് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട്ടെ പുതിയ കണക്ക് 62 വോട്ടുകൾക്ക് പാലക്കാട്ട് സി കൃഷ്ണകുമാർ ലീഡ് ചെയ്യുന്നു. 71 മാറുകയാണ്. അതിന്റെ സമയത്തിലേക്ക് എത്തുകയാണല്ലേ. മാറി ആ ഡിജിറ്റുകൾ മാറാൻ പോകുന്ന സമയത്തേക്ക് നമ്മൾ എത്തുന്നു. 71ലേക്ക് പാലക്കാട്ട് സി കൃഷ്ണകുമാറിന്റെ ലീഡ് എത്തി നിൽക്കുന്നു. 154 ചേലക്കരയിൽ UR പ്രദീപിന്റെ ലീഡ് 154. വയനാട്ടിൽ പ്രിയങ്ക നേരത്തെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ലീഡ് പതിയെ ഉയർത്തുകയാണ്. 2451. ഒന്നാം റൗണ്ടിന്റെ റിസൾട്ടാണ് ഇനി വരേണ്ടത്. ഒന്നാം റൗണ്ടിന്റെ റിസൾട്ട് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. ഒന്നാം റൗണ്ടിൽ എന്താണ് നടക്കാൻ പോകുന്നത്? UR പ്രദീപ് ലീഡ് ഉയർത്തുകയാണ് 182ലേക്ക്. ഇതിനോടകം UR പ്രദീപ് 364 വോട്ടും രമ്യ ഹരിദാസ് 182ഉം ബാലകൃഷ്ണൻ 113 വോട്ടുകൾ നേടി. അതായത് 182 വോട്ടിന്റെ ലീഡ്. UR പ്രദീപ് പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുമ്പോൾ ചേലക്കരയിൽ ഇതൊരു സൂചനയാണോ? UR പ്രദീപ് 364 വോട്ടുകൾ സമാഹരിച്ചു കഴിഞ്ഞിരിക്കുന്നു. രമ്യ ഹരിദാസിന് 182 വോട്ടുകൾ മാത്രം. അതായത് രമ്യ ഹരിദാസിന്റെ ഇരട്ടി വോട്ട് ഇപ്പോ രമ്യ ഹരിദാസിന്റെ ഇരട്ടി വോട്ട് UR പ്രദീപിന്. 182 വോട്ടുകളുടെ ലീഡാണ് ആദ്യഘട്ടത്തിൽ സമാഹരിക്കാൻ കഴിയുന്നത് UR പ്രദീപിന്. 364 വോട്ടുകൾ എണ്ണുമ്പോൾ 182 വോട്ടുകളും UR പ്രദീപിന് സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ 182 വോട്ടുകൾ മാത്രമാണ്, ഏറെക്കുറെ പകുതി വോട്ടുകൾ മാത്രമാണ് രമ്യ ഹരിദാസിന് പോസ്റ്റൽ വോട്ടുകൾ നിന്ന് സമാഹരിക്കാൻ കഴിയുന്നത്. ബാലകൃഷ്ണൻ ആണെങ്കിൽ 113 വോട്ടുകളിലേക്ക് 3-ാം സ്ഥാനം മാത്രമാണ് പോസ്റ്റൽ വോട്ടിൽ കരസ്ഥമാക്കാൻ സാധിക്കുന്നത്. ക്രമമായി കൃഷ്ണകുമാർ ലീഡ് ഉയർത്തുകയാണ്. 100 കടന്നിരിക്കുന്നു 101ലേക്ക്. പാലക്കാട് ക്രമമായി കൃഷ്ണകുമാർ ലീഡ് ഉയർത്തുകയാണ്. അതായത് പാലക്കാട് ക്രമമായി കൃഷ്ണകുമാർ ലീഡ് ഉയർത്തുന്നു. ചേലക്കരയിൽ ക്രമമായി UR പ്രദീപ് ലീഡ് ഉയർത്തുന്നു. കൃഷ്ണകുമാർ, UR പ്രദീപ്, പ്രിയങ്ക ഗാന്ധി. 3455 എന്ന വലിയ സംഖ്യ വീണ്ടും എത്തുകയാണ്. പ്രിയങ്ക ഗാന്ധിയുടെ ലീഡ് നില 3455 ഉയർത്തിയിരിക്കുന്നു. രണ്ട് വരി പറഞ്ഞു പോട്ടെ. മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫഡ്നവിസ്, അജിത് പവാർ മുന്നിൽ, ആദിത്യ താക്കറെ, നാനാ പട്ടോൾ മുന്നിൽ. അത് മാത്രം 2 വരി. പക്ഷേ പാലക്കാട്ടും ചേലക്കരയും വയനാട്ടിൽ 4218 വയനാടിനെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് ആശങ്കകളില്ല. മഹാരാഷ്ട്രയിൽ NDA 42, ഇന്ത്യ 22, മറ്റുള്ളവർ 5. അതായത് മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും NDA ലീഡ് ചെയ്യുന്നു.
ബിജെപിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാഴ്ച. നമ്മൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന പാലക്കാട് 112 വോട്ടുകൾക്ക് ഇപ്പോൾ സി കൃഷ്ണകുമാർ ലീഡ് ചെയ്യുകയാണ്. മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്ന ആദ്യത്തെ ഫലസൂചനകൾ ബിജെപിയുടെ വലിയ മുന്നേറ്റം പ്രവചിക്കുന്നു, അല്ലെങ്കിൽ വലിയ മുന്നേറ്റത്തിന്റെ സൂചന നൽകുന്നു. മഹാരാഷ്ട്രയിൽ ബിജെപിയുടെ മുന്നേറ്റം, അതേസമയം ജാർഖണ്ഡിൽ നെക്കൻ നെക്ക്, ചേലക്കരയിൽ UR പ്രദീപും പാലക്കാട്ട് സി കൃഷ്ണകുമാറും ആധികാരികമായി മുന്നേറുന്നു. പാലക്കാട്ട് 112 വോട്ടുകൾക്ക് സി കൃഷ്ണകുമാർ മുന്നിൽ. വോട്ടെണ്ണി തുടങ്ങി ആദ്യ നിമിഷം മുതൽ സി കൃഷ്ണകുമാറിന്റെ ലീഡിന്റെ വാർത്തയാണ് പാലക്കാട്ടെ കൗണ്ടിംഗ് സ്റ്റേഷനിൽ നമുക്ക് ലഭിക്കുന്നത്. പാലക്കാട്ട് 112 വോട്ടിന് സി കൃഷ്ണകുമാർ ലീഡ് ചെയ്യുന്നു. ചേലക്കരയിൽ സമാനമായി LDF-നാണ് പക്ഷേ അവിടെ ലീഡ്. അത് UR പ്രദീപ് തുടക്കം മുതൽ ലീഡ് ചെയ്യുകയാണ്. ആദ്യത്തെ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങിയപ്പോൾ മുതൽ UR പ്രദീപിന്റെ ലീഡ് വാർത്തയാണ്, ലീഡ് വിവരങ്ങളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ആധികാരികമായ ലീഡ് എടുത്തു തന്നെയാണ് ഈ 3 സ്ഥാനാർത്ഥികളും ആദ്യഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അതുപോലെ ചേലക്കരയിലാണെങ്കിൽ UR പ്രദീപ് കൃത്യമായി, അതായത് എതിർ സ്ഥാനാർത്ഥിക്ക് സമാഹരിക്കാൻ കഴിയുന്നതിന്റെ ഇരട്ടി വോട്ടുകൾ സമാഹരിച്ചുകൊണ്ടാണ് പോസ്റ്റൽ വോട്ടിന്റെ കണക്കുകൾ പുറത്തു വരുമ്പോൾ മുന്നോട്ട് പോകുന്നത്. സി കൃഷ്ണകുമാർ ആണെങ്കിൽ ആദ്യഘട്ടം മുതൽ 20 പോസ്റ്റൽ വോട്ടുകൾ എണ്ണുമ്പോൾ അതിൽ 15 സമാഹരിച്ച് തുടങ്ങിയിട്ടുള്ള ഒരു പോക്കാണ് മുന്നോട്ട് പോകുന്നത്. 112 എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. വലിയ വലിയ സംഖ്യകൾ പ്രിയങ്ക ഗാന്ധിയുടെ അക്കൗണ്ടിൽ വരികയാണ്. അത് 4218 തൊട്ട്